എത്രയോ കാലമായി എനിക്കിതുപോലെ ഒരു ഈവനിങ് കിട്ടിയിട്ട്. ബാംഗ്ലൂരും നിന്റെ കമ്പനിയും കൂടി എന്തോ വലിയ റിലീഫ്. ഞാനാണെങ്കിൽ ബോറടിച്ച് നാശായിരിക്കായിരുന്നു. എന്നും ഒരുപോലെ തന്നെ. രോഗികളെ മാറുന്നുള്ളൂ, രോഗങ്ങൾ സെയിം, മൊണോട്ടനസ്. നിന്നെ കെട്ടിക്കാൻ ശ്രമമൊന്നും നടക്കുന്നില്ലേ? എടോ, ഞാനൊരു തകർന്ന പ്രണയകഥയിലെ നായികയാണെന്നുള്ള കാര്യം മറന്നോ? ഓ, മറക്കാറായില്ലേ? അത് കോളേജ് ലൈഫിന്റെ ഒരു ചളിപ്പായിട്ട് വിട്ടൂടെ? നിനക്കറിയാഞ്ഞിട്ടാ. അതിന്റെ ഒരു ഓർമ്മ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് അതൊരു രസമാ. നിനക്കിതുവരെ അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്തത് കൊണ്ടാ. എന്തോ എനിക്കറിയില്ല. നിന്റെയൊക്കെ എക്സ്പീരിയൻസ് അടുത്തുനിന്ന് മനസ്സിലാക്കിയപ്പോ ഇതിലൊന്നും വലിയ കാര്യമുള്ളതായിട്ട് തോന്നിയില്ല. ഞാൻ ചോദിക്കാൻ വിട്ടു, എങ്ങനെയുണ്ട് അച്ഛൻ? ജീവിച്ചിരിപ്പുണ്ട് എന്നേ ഉള്ളൂ. മമ്മിയുടെ കൂടെ ഡാഡി മരിച്ചു എന്ന് പറയുന്നതായിരിക്കും സത്യം. എന്നെ ആകെ മറന്നതുപോലെ ഒന്നും സംസാരിക്കാറില്ല. 24 മണിക്കൂർ മരുന്ന് കുടിക്കും. ഇങ്ങനെ പോയാലോ? വൈറ്റ് ഫീൽഡിലെ വീട് ഡിസ്പോസ് ചെയ്ത് ഇവിടെ സിറ്റിയിൽ ഇങ്ങനെ സെറ്റിൽ ചെയ്യാൻ പറഞ്ഞൂടെ? ചിലപ്പോ അത് വലിയ ചേഞ്ച് ഉണ്ടാക്കും. നടക്കില്ല. ആ വീട് വിട്ട് ഡാഡി പുറത്തിറങ്ങില്ല. ഒരുപാട് ഞാൻ ശ്രമിച്ചു നോക്കി. ഇപ്പൊന്നും ഞാൻ നിർബന്ധിക്കാറില്ല. ഇനിയുള്ള ദിവസങ്ങൾ മനസ്സിന് തോന്നും പോലെ ജീവിച്ചു തീർക്കാനാണെങ്കിൽ ആയിക്കോട്ടെ. എന്നാലും നിന്നെ മറന്ന് ഡാഡി ഇങ്ങനെ പോയാൽ എനിക്കതിലൊരു സങ്കടമില്ല വിമല. എനിക്കൊരു പരാതിയില്ല ജീവിതത്തോട്. എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ ഞാൻ ഒരു ശ്രമം നടത്തുകയാണ്. ഒരു എയിം, അതിന്റെ പേരിൽ ജീവിക്കാലോ. അങ്ങനെയൊന്നും കിട്ടുന്നില്ല എങ്കിൽ ഭംഗിയായി ഇതൊന്നും അങ്ങ് അവസാനിപ്പിക്കണം. വിഡിതം പറയുന്നോ? നീ എവിടെയെങ്കിലും ഒരു ജോബിന് ട്രൈ ചെയ്യേ. ഇവിടെ ബാംഗ്ലൂർ തന്നെ. ഐഡിയ ഉണ്ട്, നോക്കട്ടെ. കുറച്ചു കാലത്തേക്ക് ഇതൊക്കെ മറക്കാൻ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി. വിമല ഉറങ്ങിക്കോളൂ. രാവിലെ ഹോസ്പിറ്റലിൽ പോകേണ്ടതല്ലേ? നീ നാളെയും കൂടെ ബോറടിക്ക്. പിന്നെ 2 ദിവസം ഞാൻ ലീവ് എടുക്കാം. ഓക്കെ? Hey. 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 Get up. Morning. മോർണിംഗ്. നീ നേരത്തെ എണീറ്റോ? യെസ്, ചായ കൊണ്ടൊന്ന് വിളിക്കാന്ന് കരുതി. എന്താ പ്രോഗ്രാം? നീ പുറത്തേക്കുണ്ടോ? പകല് മുഴുവനും വെറുതെ സിറ്റിയിലൂടെ തെണ്ടാം. നീ പോകുന്ന വഴി എവിടെയെങ്കിലും ഇറക്കിയാൽ മതി. പഴയ വഴിയിലൂടെ വെറുതെ ഒന്ന് നടക്കാം. ഒരു നൊസ്റ്റാൾജിക് ലൈൻ. യെസ്. പേപ്പർ എത്താറായില്ലേ? ഡോറിൽ കാണാം. എന്താ അത്? അറിയില്ല, പേപ്പറിന്റെ കൂടെ ഉണ്ടായിരുന്നു. മൈ ഗുഡ്നസ്. ഏയ്, ഇത് നോക്കൂ. ഇതാരും ഉണ്ടിട്ടു? ഫോട്ടോ എടുത്ത് അറിഞ്ഞില്ല. നിന്റെ പാട്ട് കേട്ട് വീണ ഫാൻസ് ആരെങ്കിലും എടുത്തായിരിക്കും. പിന്നെ പാട്ട് കേട്ട് വീണു. എനിവേ, ഗുഡ് ഫോട്ടോഗ്രാഫ്സ്. ഏയ്, ഇത് നോക്ക്. സൂപ്പർ അല്ലേ? ഓക്കെ, സീ യു. ഞാൻ അധികം ലേറ്റ് ആവാതെ എത്താം. ശരി, ബൈ. ബൈ.
മാഡം, താങ്ക്സ്. എക്സ്ക്യൂസ് മീ. നത്തിങ്. ഐ എം സോറി. കബി കബി. എനിക്കെന്തോ ശരിക്കും സംശയമായിരുന്നു, ആരോ ഫോളോ ചെയ്യുന്ന പോലെ. നിനക്കെന്താ വല്ല അസുഖമുണ്ടോ? ആർക്കാ നിന്റെ പുറകിൽ ഇങ്ങനെ നടക്കാൻ ഭ്രാന്ത്? അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാ? അപ്പൊ ഇന്ന് രാവിലെ കിട്ടിയ ഫോട്ടോഗ്രാഫ്സോ? അത് ഞാൻ പറഞ്ഞില്ലേ, അന്ന് ആരെങ്കിലും പ്രോഗ്രാമിന് വന്നവർ ഒരു തമാശക്ക് ചെയ്താവും. ഞാനേ ഈ വേഷമൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. നീ ആ സമയം കൊണ്ട് ഈ പ്ലോട്ട് ഒന്ന് ഡെവലപ്പ് ചെയ്ത് നോക്ക്. സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ പുറകെ ക്യാമറയുമായി ഒരു അജ്ഞാതൻ. നല്ലൊരു കഥ എഴുതാം. ആരാ വന്നത്? അവൻ തന്നെ. ആളെ കണ്ടോ? ഇല്ല, ഒരു ബൈക്ക് സ്റ്റാർട്ടായി പോണത് കണ്ടു. നോക്കട്ടെ. ഫോട്ടോസിനൊക്കെ ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട്. മൈ ഗോഡ്, എന്തിനായിരിക്കും ഇത്? എനിക്ക് പേടിയാവുന്നു. പുറത്തിറങ്ങിയാൽ ഒരാൾ ഇങ്ങനെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ പോലീസിൽ കംപ്ലൈന്റ് ചെയ്താലോ? ഏയ്, അതൊന്നും വേണ്ട. ഉപദ്രവമൊന്നുമില്ലല്ലോ. നല്ല നല്ല ഫോട്ടോഗ്രാഫ്സ്. നമുക്കേ ഒരു ആൽബം ഉണ്ടാക്കാം. ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇയാളൊന്ന് കണ്ടുപിടിക്കണമല്ലോ. പിടിക്കും. Excuse me. Have you processed these photographs here? Did we process this? No, sir. No, madam. Sorry. Thank you. ഹലോ വിമല. യെസ്, ഞാൻ അതാ വന്നു. ഇല്ല, ഒരുമിച്ച് കഴിക്കാം. ഏയ്, ഒരു ക്ലൂ ഇല്ല. ഞാൻ വന്നിട്ടെല്ലാം പറയാം. Don't, quick. Taxi! Taxi!
ടാക്സി 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 നിക്കണേ സിസ്റ്റർ ഞാൻ ടാക്സി കാണിച്ചേ വാട്ട് യു വാണ്ട്? ദിസ് ഈസ് മൈ ടാക്സി യു ടേക്ക് അനദർ ടാക്സി. ഞാൻ കൈ കാണിച്ചിട്ടാ വണ്ടി നിർത്തിയത്. അയ്യോ മലയാളിയാണല്ലേ. അതെ ഞാൻ 1 മണിക്കൂറായി റോഡിന്റെ അപ്പുറം ഇപ്പുറം നിന്ന് കൈ കാണിക്കാൻ തുടങ്ങിയിട്ട്. ടാക്സി പിടിച്ചു പോകാൻ ഞാൻ അങ്ങനെ വലിയ ആളായിട്ടൊന്നുമില്ല. ഇന്ന് സന്ധ്യയ്ക്ക് ശേഷം ഓട്ടോറിക്ഷ സമരമാ. അതിന് അയ്യോ വഴക്കിന് വരല്ലേ. എനിക്കിവിടെ ഈ സിറ്റിയിൽ വലിയ പരിചയമില്ല. എന്റെ നാട് പട്ടാമ്പിയാണ് രാജ്യം. അതിന് ഞാൻ എന്ത് വേണം? ഒന്നുകിൽ നിങ്ങൾ എന്നെ ഇതിൽ പോകാൻ അനുവദിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിക്ക് എന്നെ ഇറക്കണം. വേണോ ಮಾಡ್ಕೊಳ್ಳಿ ನಾನು ಹೋಗ್ಬೇಕು. ഈ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ എന്നെ എന്തോ ചീത്ത പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നു. എന്നെ എന്തിനാ വെറുതെ ചീത്ത ഏൽപ്പിക്കണേ? നിങ്ങൾക്ക് എവിടെയാ പോണ്ട? അഡ്രസ് എന്റെ ഉണ്ട്. ബസവൻകുടി. അഡ്രസ് കയ്യിലുണ്ടല്ലോ, എന്നാ പിന്നെ വേറെ ടാക്സി പിടിച്ചിട്ട് പോണം. അയ്യോ അങ്ങനെ പറയരുത്. ഈ അഡ്രസ്സുമായിട്ട് 1 മണിക്കൂറായി ഞാൻ ഓടി നടക്കാണ്. ടാക്സി പിടിച്ചു പോകാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല. ഞാൻ ഒരു പാവമാണ്. ശരി ശരി ശരി. പിന്നെ എന്നെ ಆದ್യം ಬಿಡണം. ಓ ಆಯ್ಕೋಟೆ ಆಯ್ಕೋಟೆ. ಓಕೆ. ಮುಂದೆ ಜಯನಗರ್ ಹೋಗಿ ಆಮೇಲೆ ಇವ್ರನ್ನು ಬೆಸಂಗುಡಿನಲ್ಲಿ ಬಿಟ್ಬಿಡು. ಆಗಿಲ್ಲಮ್ಮ. മുമ്പിലിരുന്നാ പോരെ? മതി മതി. ഇതിലിട്ടെ ಹಾಕಿ. ഇതിലിട്ടെ. ಈ ಪಕ್ಕ ಈ ಪಕ್ಕ. ಹೋಗು. വല്ലാത്ത തണുപ്പല്ലേ. അമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു കേശവൻകുട്ടിയോട് പറയണം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കണമെന്ന്. അപ്പൊ ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് കള്ളം പറഞ്ഞു. മറന്നുകൊണ്ടൊന്നുമില്ല. അയാൾക്കൊക്കെ ഇപ്പൊ എവിടാ സമയം. വലിയ ബിസിനസ് ഒക്കെ ഉള്ള ആളല്ലേ. ഇങ്ങോട്ട് കേറിപ്പോരെ, എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യം. അമ്മയുടെ മനസ്സിലിപ്പോഴും ആ പഴയ കള്ളവണ്ടി കയറി വന്ന ആശാരിച്ചെറുക്കന്റെ രൂപ. പിന്നെ ലക്ഷ്മിയേട്ടത് എന്നോട് പറയും, നിന്റെ മുഖത്ത് നോക്കി ആർക്കും ഇല്ല അല്ലെങ്കിൽ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന്. അത് തന്നെയല്ലേ നിങ്ങളിപ്പോ എന്നെ വണ്ടി കയറ്റിയതും അല്ലേ? പിന്നെ ഈ പണി എന്നൊക്കെ പറഞ്ഞ പീഡിഗ്രിയും ടൈപ്പും ഒക്കെ കഴിഞ്ഞതാണേ. അതുകൊണ്ടൊന്നൊരു കാര്യമില്ല. കേശവൻകുട്ടി പറഞ്ഞിരുന്നു ജീവിക്കാൻ എന്തെങ്കിലും, പിന്നെ നാട്ടിൽ അമ്മയുടെ പേർക്ക് എന്തെങ്കിലും അയക്കാൻ അതെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. മിക്കവാറും ഹോട്ടലിലായിരിക്കും പണി. അങ്ങനെയാണെങ്കിൽ ഞാൻ അമ്മയെ അറിയിക്കില്ല. ആരാന്റെ എച്ചിൽ പാത്രം കഴുകിയാണ് മകൻ പണം അയക്കണം എന്ന് പറഞ്ഞാൽ ആ പണം അമ്മ കൈകൊണ്ട് തൊടുകയില്ല. മാത്രമല്ല പടിഞ്ഞാറ്റയിലെ ഇരുട്ടിപ്പോയിരുന്ന് അമ്മ കരയുകയും ചെയ്യും. നാട്ടിൽ തന്നെ വല്ലതും ട്രൈ ചെയ്യായിരുന്നില്ലേ? ജോലി ട്രൈ ഒക്കെ ഒരുപാട് ചെയ്തിരുന്നു. ഗൾഫിലേക്ക് പോകാൻ ബോംബെയിൽ കുറെ നാൾ പോയി കിടന്നു. ഈ വേഷവും പരിഷ്കാരവും ഒക്കെ ഉള്ളൂ. വലിയ കാര്യമൊന്നുമില്ല. അല്ല ഞാനിങ്ങനെ എന്റെ ഓരോ കാര്യം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കല്ലേ. എന്റെ പേര് പറഞ്ഞില്ല, നിങ്ങളുടെ പേരിട്ട് ചോദിച്ചില്ല. എന്റെ പേര് കൃഷ്ണനുണ്ണി, പട്ടാമ്പിയ രാജ്യം. എന്താ പേര്? ഞാൻ നന്ദ. നന്ദൻ എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിലെ ആൺകുട്ടികൾക്ക് ഇടുന്ന പേരാ. നിങ്ങൾ മലയാളിയല്ലേ? ജന്മം കൊണ്ട്. ഇപ്പൊ നാട്ടിലാരില്ല. സത്യത്തിൽ ഞാൻ കേരളം കണ്ടിട്ടേ ഇല്ല. എന്താ ഇപ്പോ അങ്ങനെ കാണാനായിട്ട് അങ്ങനൊന്നും ഇല്ല. ഡ്രൈവർ റൈറ്റ്. ಓ ಲೆಫ್ಟ್ ಸೈಡ್ ಸ್ಟಾಪ್ ಮಾಡು. ಸ್ಟಾಪ್ ಸ್ಟಾಪ್. ಚೇಂಜ್ ನೀನೇ ಇಟ್ಟುಕೋ. എന്നാ ഞാനങ്ങനെ ദാ ഇതിൽ എന്റെ ഫോൺ നമ്പർ ഉണ്ട്. മറ്റു ജോലിയൊന്നും ശരിയായില്ലെങ്കിൽ വിളിക്കൂ. ഞാൻ കൂടി ശ്രമിക്കാം. വലിയ ഉപകാരം. ഞാൻ കാശ് കൊടുത്തു കേട്ടോ. അയ്യേ അത് ഏയ് സാരില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ എന്നാ പോവാ. കബി കബി ಏನಮ್ಮ ಏನ್ ಬೇಕು ನಿನ್ಗೆ? അയാളെവിടെ? ಒಳ್ಳೆ ಗ್ರಾಹಕಿ ಸಿಕ್ತು. അതെ പിന്നെ ഓർത്തപ്പോഴാ ഇനിയിപ്പോ ഈ രാത്രിയിലെ ബസവും കൂടി വരെ പോയിട്ട് എന്തിനാ? വിരോധം ഇല്ലാച്ചാല് ഈ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ കിടന്നിട്ട് നാളെ രാവിലെ. എനിക്കിപ്പോ മനസ്സിലായി. നിങ്ങളല്ലേ എന്റെ ഫോട്ടോഗ്രാഫ്സ് എടുത്തത്? ടെൽ മീ ഹു ആർ യു? സോറി, ഇനി ഞാൻ വിളിക്കുന്നില്ല. ഞാൻ ആ ഫോട്ടോസ് എടുത്തത്. എന്തിന്? ആരാ നിങ്ങള്? ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. നീൽ കമൽ എന്ന അഡ്വർടൈസിംഗ് കമ്പനിയുടെ സ്റ്റാഫ് ഫോട്ടോഗ്രാഫർ. പേര് രഘുപതി. എന്റെ ക്യാമറ വളരെ സെൻസിറ്റീവാണ്. എന്റെ മനസ്സും അങ്ങനെ ക്ലിക്ക് ചെയ്തു ഒന്നല്ല ഒരുപാട് തവണ. അതിന്റെ കോപ്പീസ് നേരിട്ട് കയ്യിൽ കൊണ്ട് തന്നെന്ന് കരുതിയതാ. പിന്നെ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയാത്തതുകൊണ്ടാ ഡോറിൽ കൊണ്ടിട്ടിട്ട് പോയത്. ഞാൻ ക്ഷമയിക്കുന്നു. വരട്ടെ, സമയം ഒരുപാടായി. ബസവും കൂടി വരെ പോണം. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്.